പ്രശ്നേ ഇപ്പൊ എന്തോ പളകൾ ഇങ്ങനെ പോകണ്ടോ? ആ അതിന്റെ പേരാണ് പേടി. ഇതെല്ലാം ആട്ടട്ടോ മോൾട്ടിയെ, ആട്ടം തുടങ്ങുന്നേ ഉള്ളൂ. എന്നാ തുടങ്ങിക്കോളി. ആ ചെന്താ സുഹൃത്തോന്ന് എമ്മാനെ കാണേ, ചെമ്പമാനെ കാണേ, അല്ലോ ഇമ്മാനെ കാണേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനും ഓളുമ്പാടെ പാട്ടിന് പോയതാണ്. ഫുള്ള് കോമഡിയാണ്. നിങ്ങൾ മൊത്തം ഇരുന്ന് കാണണം. കുറേ ചിരിക്കാനുള്ള ഒപ്പൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇൻട്രോ പറയാറുള്ളത് ഞാൻ വരുതി വീട്ടിലെത്തിയിട്ട് മനസ്സമാധാനത്തോടെ വോയിസ് കൊടുക്കരുത്. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അതൊക്കെ ലാസ്റ്റ് കാണിക്കും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ പാട്ടങ്ങാടിക്ക്. അതിൻ്റെ മുന്നേ ഞങ്ങൾ കുറച്ച് പാനിപൂരിയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ മരണക്കിണർ കയറുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം പറയണത്, കുട്ടികളെ ഞങ്ങൾ കൊടുന്നിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാട്ടിന് മോൾട്ടിക്ക് ഫ്രീ ആയിട്ടൊന്ന് കയറുന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഓക്കൊന്ന് പിന്നെ കുട്ടികളില്ലാതെ കയറണം. എന്നിട്ട് ഞാനും കയറണം. അപ്പോൾ കുട്ടികളെ നേക്കാമല്ലോ. ഇമ്മാനെ കുറേ വിളിച്ചുമ്പോൾ വന്നതുമില്ല. പിന്നെ കുട്ടികളെ ഇമ്മാനത്താക്കിയിട്ട് ഞാനും മോൾട്ടിയും പോയി. ഇനി ഇൻഷാ അല്ലാ ഇനി ഞാനും ഡയറിയും കുട്ടികളും പോകും. ഇപ്പോഴല്ല, കുറച്ച് കഴിയും, തന്നുപാടെ തിരക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും മോൾട്ടിയും മരണക്കിണറിൽ പോയതും കണ്ടതും ചെയ്തതുമായ രസകരമായ കാര്യങ്ങളാണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചാണ്ട് കുത്തുന്നോടത്ത് കുത്തിയിട്ട് നെക്കണ്ടോടത്ത് നെക്കിയിട്ട് കമൻറ്റ് അടിക്കുന്നിടത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ തുടർന്നുള്ള വീഡിയോക്ക് ഫുൾ സപ്പോർട്ട് തന്നെ നമ്മൾ ജാളിയാക്കാം. അപ്പോൾ നമുക്ക് ഇനി മരണക്കിണർ കറങ്ങണോ കാണാം. അങ്ങനെ 3 കാറും 3 ബൈക്കും തകൃതിയായിട്ട് ഇങ്ങനെ ഓടുക. അതിലൊരു ബുള്ളറ്റും കിട്ടും. കാരണം ബുള്ളറ്റ് ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക് തന്നെയാണ്. കാരണം ബുള്ളറ്റ് ഇല്ലവർക്ക് മനസ്സിലാവും. കാരണം വെയിറ്റ് കൂടി വണ്ടിയായതുകൊണ്ട്. മറ്റേതൊക്കെ ചെറിയ വണ്ടിയല്ലേ. എൻ്റെ അപ്പുറത്തുള്ളൊരാൾ 20 റുപ്യ കയ്യിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടിരിക്കണം. അപ്പോൾ ഇയാളിത് കൊടുക്കുമല്ലേ നോക്കാൻ വേണ്ടി കുറേ ഞാൻ വീഡിയോ പിടിച്ച് നോക്കി. ഇയാളോട് കൊടുക്കണേ. ലാസ്റ്റ് ഞാൻ വീഡിയോ അയാളെന്ന് മാറ്റി. ഞാൻ കുറേ ഇങ്ങനെ നോക്കുക. ഇയാൾ പൈസ പുറത്തേക്ക് ഇടുക, ഉള്ളിലേക്ക് ഇടുക, കൊടുക്കണോ, രണ്ടും മനസ്സാണ്. അല്ലെങ്കിൽ പിന്നെ ഇയാൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. അപ്പം പിന്നെ പോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയിപ്പം മരണക്കിണർ ഇവിടെ കഴിയുകയാണ്. ഇനിയാണ് നമ്മൾ കോമഡികളായ രസങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. കാരണം മോൾട്ടിക്കലത്തിലും കയറാൻ പേടിയാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വയ്യെ കാണാം. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് മരണക്കിണറിൻ്റെ ആ ഒരു എന്താ പറയുക രസകരമായ സംഭവം കണ്ടിട്ട് ഞാനും മോൾട്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. മോൾട്ടിക്ക് എല്ലാത്തിലും കയറാൻ പൂതിയാണ്. എന്നാലോ പേടി, നല്ലോണം പേടിയാണ്. എന്നാലും ആളാകണം. എല്ലാത്തിലും ഇങ്ങനെ കയറണം എന്നില്ല. എന്നായിക്കോട്ടെ, വാ, എൻ്റെ ഇഷ്ടം പോലെ നടക്കരുത്. കാരണം ഇപ്പോൾ കയറുമ്പോൾ ഞാനും കയറണമല്ലോ, ഞാനും മോശക്കാരനല്ലേ. ആദ്യം തന്നെ ഇന്ത്യ വിട്ട് ഉപഗ്രഹം പോലെ ഒരു അനുസരമില്ലാതെ പോകുന്നത് ഞാനമ്മക്കാണ്. പക്ഷെ അത് കണ്ടാൽ തന്നെ പണ്ട് ചെറുപ്പത്തിൽ തടറങ്ങും. പക്ഷേ എനിക്കിപ്പം എൻ്റെ മുന്നിൽ നമ്മളിതേറെ പേടിയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വലിയ പേടി ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പേടി ഉണ്ടാവില്ല. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു ടിക്കറ്റിന് 70 രൂപ. അങ്ങനെ 2 ആൾക്ക് 2 ടിക്കറ്റൊക്കെ എടുത്തു. ഒരു ഇതെല്ലാത്തിനും കയറി 70 കേട്ടോ. മരണക്കിണറിന് 70, പയന്തൂർഞ്ഞാലൊക്കെ 70, തോണിക്കൊക്കെ 70 ടിക്കറ്റ്. ആളുകൾക്ക് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ ഏന്ത്രൂഞ്ഞാലിൻ്റെ ഉള്ളിലത്തെ എക്സ്പീരിയൻസാണ് ഞങ്ങൾ ഇനി ഇവിടെ പങ്കുവെക്കാൻ പോണത്. പേടിണ്ടോ? പേടിണ്ടോ? എനിക്കല്ല പേടിണ്ട്. മോളെത്തിയിട്ട് ഞാൻ ഇറക്കി ഞാൻ ഇറക്കൂല. എനിക്ക് ഞാൻ പേടിയാ. അയാളാണ് ഡ്രൈവർ. കാക്കാ നോക്കി കണ്ട കൂടെ ഉണ്ട്. ഞങ്ങളങ്ങനെ ഏന്ത്രൂഞ്ഞാലിൽ കയറിയിട്ടുണ്ട്. എന്താവുമെന്ന് കണ്ടറിയാം ഗൈസ്. ഞാൻ ഇപ്പം അതാ കൊണ്ടുപോകണേ. അവിടെ പൊടിച്ച് ഔട്ടിന്നോ എന്താ എന്താ പറയുക. തോണി ഞാൻ കയറില്ല കേട്ടോ. മോട്ടി എപ്പോഴേ പറഞ്ഞാ. അല്ലാണ്ട ജി. അപ്പൊ എന്തിനാണ് കേറുന്ന ആളായി കണ്ട് ആർക്കും കയറിയാ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുണ്ട്. പേടിണ്ടോ? എനിക്ക് പേടിണ്ടോ? ഞാൻ കേട്ടുതരാം. തോണിക്ക് നീ കയറില്ല കേട്ടോ ജീവണ്ടെങ്കിൽ ഗൈസ്. അങ്ങനെ ഞങ്ങൾ തോണി കയറി. അവിടെ 2 ഏന്തൂർഞ്ഞാലുണ്ട് ഗൈസ്. ഒരു തോണി പിന്നെ ഒരു ഏന്തൂർഞ്ഞാല. ആ തോണി കയറി അമ്മായിയൊക്കെ പേടിച്ചിരിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ഇതിൽ കയറിയാണ്ട് ബോധം കെട്ടായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ടാവും. തോണിയില്ല കേട്ടോ മോട്ടിയെ, ഞാനില്ല. അപ്പോൾ കൊണ്ടോണം എന്താ ഉസ്കൂടെ കൊണ്ടോണേ കൊട്ടാ പറ്റേ. ഇതായത് കൃഷി ചെയ്താ. ഹലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ പട്ടുത്സവ നഗരിയിൽ. ഇപ്രാവശ്യം ആ സൂവിലാണില്ല കേട്ടോ. ഇപ്പം ഞാൻ ഉഷാറായി വർത്തമാനം പറയാൻ കാരണം എന്താ വെച്ചാൽ വണ്ടിക്ക് ഇറങ്ങണില്ല. അതുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറയണത്.
പക്ഷെ ഇനി ഓടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുണ്ടൂല. എന്റെ കണ്ണുമുറക്കുന്ന രീതിയിലാണ്. എനിക്കൊരു ആഗ്രഹം ഈ കയറാൻ. ഇവിടെ ഒരാളെ വാശിപ്പുറത്ത് കയറിയാണ് ഞാൻ ഈ കയറാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇപ്പൊ പെണ്ണുങ്ങൾ കയറുമ്പോ മാപ്പിള പുറത്തുനിന്ന് മോശം എഴുതിയിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. ആ ചക്കനൊക്കെ പോയി കൂടെ എനിക്ക്. അത് ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ എവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. ആ ചാടിക്കോട്ടെ. അതിനെന്താ നിർത്തൂല. അന്റെ പേടി മൊത്തം നടക്കും. ഷൂട്ട് ചെയ്യുമെന്ന്. കയ്യോ ഇവിടെ കയറാൻ പറയാത്തേക്ക് ഇത് കഴിഞ്ഞത് ആള് കയറി തന്നെ. ആള് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോണും എല്ലാം കളിച്ചത് എന്റെ ഫോൺ കളിച്ചത് കായ് പോകും. അതുകൊണ്ട് ഞാനേ മുഖത്തോട് നോക്കി മോൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇതിന്റെ ടോപ്പിൽ ഇരിക്കുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ എന്റെ മുഖത്തിനെ അത് കൊണ്ടുവരില്ല. കാരണം ഞാൻ ആണായി പോയതുകൊണ്ട് ഞാൻ ഉള്ളിൽ കരയുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ കരയുകയാണ്. ഞാൻ ഇപ്പോൾ ഒരാളെ വാശിപ്പുറത്ത് മാത്രം കയറിയാണ്. വാശിയല്ല, അവളെ ആഗ്രഹത്തിന്റെ പുറത്ത് കയറിയാണ്. നമ്മളിങ്ങനെ കൊണ്ടുപോകും. താഴത്തേക്ക് വരുമ്പോ പള്ളനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മളിരിക്കുന്ന ചെയറൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ഒറ്റ കേൾക്കൂല. അപ്പൊ നമ്മളിഞ്ഞ് ഉഷാറായിട്ട് പോവാണ്. തോപ്പിയൊക്കെ ഉൾക്കിടാൻ നടക്കണം. അപ്പൊ എല്ലാവരോടും ബാക്കി പിന്നെ കാണാം. ആട്ടം തുടങ്ങിയപ്പോ തന്നെ മോൾട്ടി അല്ലാ അടി. അപ്പൊ എന്താ കാണുന്ന രജി? ഇങ്ങോട്ട് പ്രസ് ചെയ്യ്. ഇതിന്റെ ഭാഗത്തേക്ക് ചവിട്ട്. അതായത് അടിയിൽ നമുക്ക് പ്രഷർ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ചവിട്ടിയാൽ മതി. അപ്പൊ നമ്മളെ പ്രഷർ പോകും. പളകൾ എന്തൊക്കെ ഉണ്ടാവും. അമർത്തി ചവിട്ടി വെക്കാം. ചവിട്ടി പ്രസ് ചെയ്യ്. ഇപ്പൊ എന്തോ പളകൾ കൂടെ ഇങ്ങനെ പോകണ്ടോ? ആ, അതിന്റെ പേരാണ് പേടി. ആട്ടിട്ടില്ലേ? എനിക്ക് പേടിയുണ്ട്. ഞാൻ അഭിനയിച്ചാക്കാണ്. അല്ലാ, ഇതെല്ലാം ആട്ടട്ടോ മോൾട്ടിയെ. ആട്ടം തുടങ്ങുന്നേ ഉള്ളൂ. എന്നാ തുടങ്ങിക്കോളേ. ഇതെന്താ സുഹൃത്തോന്ന് അല്ലേ? ആട്ടാൻ മതി. സ്പീഡ് കൂട്ടാൻ മതി. സ്പീഡ് കൂട്ടാ. സ്പീഡ്. അല്ലാ, ആനാ പേടിന്റെ ഊക്ക്. അയ്യോ അയ്യബേ, ഇമ്മാനെ കാണേ, ഇമ്മാനെ കാണേ, ചെഞ്ചമ്മാനെ കാണേ. അല്ലോ, ഇമ്മാനെ കാണേ. അയ്യാ, പേടിനോ പേടിനോ പറഞ്ഞോ. പേടിയാ, എനിക്ക് നല്ല പേടി വരുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം ഉണ്ടാക്കോ. ഇനി എന്താ കോടതി അറിയിച്ച് അമർത്തി ചവിട്ടുക. ഭൂമിയിലേക്ക് അമർത്തി ചവിട്ടുക. ചവിട്ടിക്കോ അമർത്തി ചവിട്ടിക്കോ. അതാ കൊണ്ടുപോകണേ. അയ്യോ, ഞങ്ങൾ ആട്ടം ഒന്നാം ആട്ടം കഴിഞ്ഞു. ഇനി എന്താ വെച്ച് കഴിഞ്ഞാല് അമ്മ കുട്ടികളൊക്കെ നോക്കുന്നുണ്ട്. മുകളിൽ വീട് എടുക്കുമ്പോ ആ വ്യൂ ആണ് ഒന്നാക്കാണ്. മനസ്സിലാക്കി കയറ്റി കൊന്നാണ്ട് ഗൈസ് ഈ പണ്ടാരത്തിനൊരു ആട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് പേടിക്കണ്ട ആ ആട്ടത്തിൽ കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ ഭയങ്കര ധൈര്യം ഇരിക്കുന്നേ. ഓർക്ക പറയും. അപ്പൊ എനിക്ക് ധൈര്യം ഉണ്ടല്ലോ ഗൈസ്. നിങ്ങള് ഞാനൊരു വണ്ടി മലിഞ്ഞ് കെട്ടിയില്ലേ. അപ്പൊ ഗൈസ് നമ്മളെ ആവേശകരമായ ഏന്ത്രൂവിന്റെ ആട്ടോടെ നിന്നിക്കണേ. അപ്പൊ ആൾക്കാർ ഇറക്കി തുടങ്ങുകയാണ്. അപ്പൊ എനിക്ക് കറക്റ്റ് എന്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. എന്താ വെച്ചാല് പെരിയിലെ കുട്ടികളെ ഒറ്റയാക്കി പോകുന്നൊക്കെ ഞാൻ എന്റെ വീഡിയോയുടെ മുന്നേ ഓൺ വോയിസിൽ പറഞ്ഞിക്കണമൊക്കെ. പിന്നെ ഇങ്ങനെ ഫ്രീ ടൈമിൽ ഞാൻ അങ്ങനെയൊക്കെ പറയുള്ളൂ. ഇനി ഒക്കെ തോണി കയറണം നമ്മൾ പറയണേ. കാരണം അവർക്ക് ഇതിന്റെ സുഖം മനസ്സിലായല്ലോ. കാരണം അവർക്ക് ഇഞ്ഞും കയറണം പറയണത്. ബട്ട് നീ ഒറ്റയ്ക്ക് ഞാനില്ല. എനിക്ക് വെച്ചാ കമ്പനിക്ക് ഒരാളുണ്ട്. അതിന് സുഖം ആൾക്കാരുണ്ട് കമ്പനിക്ക്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും പോയി നോക്കാണോ. ഇതൊക്കെ ഒന്ന് ചെറുത് പാനിപൂരി തിന്ന് രസമല്ല. അപ്പൊ ഇനി വേറെ കഴിക്കാം. ശരി. അങ്ങനെ ആ പള്ളി കത്തലും ആ പേടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോണത് തോണി കയറാനാണ് കേട്ടോ. പക്ഷെ തോണിയിൽ ഞാൻ ജീവണ്ടെങ്കിൽ കയറൂല. കാരണം തോണി കയറാൻ ഒരു സേഫ്റ്റി ഇല്ല. എന്തിനാണ് വയ്ക്കാതെ നാലാളെ കാണാൻ വേണ്ടിയിട്ട്. പേടിയില്ലെങ്കിൽ പേടിയാണെങ്കിൽ പേടിയാണെന്ന് പറയണം. ഞാൻ ആ ടീം പെട്ടാണ്. എനിക്ക് നല്ല പേടിയാണ്. ഞാൻ കയറില്ല തോണിയിൽ. എനിക്കിഷ്ടമല്ല. മുകളിലാണ് കൊണ്ടുപോകും. അട്ടത്തേക്കാണ് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വിടും. എന്നാൽ ഒരു സേഫ്റ്റി ഒരു സാധനമല്ല. ചെറിയ കുട്ടികളൊക്കെ കയറുന്നുണ്ട്. മുകളിൽ കയറാൻ പോതിണ്ട്. എനിക്കാണെങ്കിൽ തലവേദന കുഴപ്പം. ഒരു താത്ത പറത്തിട്ട് താത്ത തലക്കെ പോയിരുന്നിക്കണം മുകളിൽ. എന്നിട്ടോ ആദ്യം അങ്ങനെ കയ്യൊക്കെ കാട്ടും. പിന്നെ ഉണ്ട് പിന്നെ എന്താ പറയുക സ്വലാത്തും എല്ലാം ചൊല്ലിക്കൊണ്ടാണ് തോണി ആട്ടം തുടങ്ങും കേട്ടോ. നിങ്ങൾ കാരണം കഴിഞ്ഞിടത്തുമ്പോൾ തോണി മാറില്ല. ഒരു അലാക്കിൻ്റെ ഒരു തോണിയാണ് കൊടുത്തിക്കണത്. അങ്ങോട്ട് കൊടുത്തിട്ട് താത്താരൊക്കെ പാവാട അങ്ങനെ പൊന്തേനി. ഞാൻ മുകളിൽ കുറേ കാട്ടിക്കോട് ചിരിച്ചാണ്. കാരണം വെയ്ക്കൂലെങ്കിൽ എന്തിനാണ് മൂലൊക്കെ പോയിരിക്കണം. നടുക്കെ പോയിരുന്നാൽ മതിയല്ലോ. കുറച്ചൊക്കെ പേടില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നടുക്ക് ഞാനൊക്കെ അഥവാ ഇൻ കേസ്
കയറി നടുക്കണ് പോയിരിക്കും. എനിക്ക് വയ്യ 4 ആൾ കാണാൻ വേണ്ടി ആ തലക്ക പോയിരുന്നാണ് പേടിച്ചാണ്. അത് കൊണ്ടുപോകണക്കാണി ഒരു ബെൽറ്റ് മേത്തില്ല. അവിടെ എത്തുമ്പോൾ കാണാൻ നമ്മൾ ഉള്ളിലത്തെ കിഡ്നി ലിവർ വൃക്ക എല്ലാം അങ്ങോട്ട് പോകും. കാരണം അല്ല നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാട്ടുന്നത് അത് താത്തൊക്കെ തല താത്തിക്കണം. ഇനി ഫുള്ള് സീരിയസിലാണ്. കാരണം ഒരു സേഫ്റ്റി ഇല്ല. ഇത് കൊണ്ടുപോകുമ്പോഴേ ഇത് ആദ്യം 2 ആട്ടം ആട്ടും, എന്നിട്ട് ഇങ്ങനെ സ്പീഡ് കുറക്കും. അപ്പം പേടിച്ചോലൊക്കെ കരുതും സമാധാനമായി ഇത് കഴിഞ്ഞു. പിന്നെണ്ട് കയറ്റാണ് പറിച്ച തമ്പുരാനെ അതിലുണ്ട് ഒരു പേടിയാക്കണം. ആ കയറ്റാണ് ഈ കയറ്റല് കിടക്കണി എന്താ ഇപ്പം ഇതിനൊക്കെ പറയാം. അപ്പം എന്തിനാണ് ഇതെന്നറിയോ, കജ്ജിത്തെ കായ് കൊടുത്താണ് പേടിച്ചിട്ട് കോലത്തിലാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്കിത് കാണാം. ഇത് അവരാ നയിച്ചുണ്ടാക്കുന്ന പൈസ കൊടുക്കും വേണം, ഇങ്ങനെ പേടിച്ചും വേണം നടക്കുമോ. ഞാൻ പറഞ്ഞു മോൾട്ടി എനിക്ക് വേണമെങ്കിൽ കയറി കയറും. ലാസ്റ്റ് മോൾട്ടി പറഞ്ഞു ഞങ്ങളില്ല ഞാനില്ല കാറ്. എനിക്കങ്ങനെ സ്നേഹം കൊണ്ട് തുളുമ്പിയാണ്. അവിടെ ഞാൻ ഓളയും കയറ്റിയില്ല കേട്ടോ. ഷോക്ക് ഉള്ളതുകൊണ്ട് ചെറിയ പേടിയുണ്ട്. ഷോള് ഞാൻ ഉണ്ടായി കയറും, അങ്ങനെയാണ്. പക്ഷേ ഞാൻ ജീവണ്ടായി കയറൂല. നമുക്കൊരു വെള്ളം കുടിക്കാം. തണുപ്പാണ് ചുട്ടോ കയറി മോള് കയറി. തോന്നു വേണ്ട വരിക. വരുന്നുണ്ടല്ലേ. അങ്ങനെ ഗൈസ് ഞങ്ങൾ വട്ടെറിയാൻ പോവാണ്. നമുക്ക് ഓർലിക്സ് ലാഭം കിട്ടുക. അത് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ മുതൽ 50 കൊടുത്ത് നമ്മൾ ഓർലിക്സ് എടുക്കാം. കായ്ക്കൂടെ നോക്കാം. ഒന്നും പോയി ഗൈസ്. ശരിക്കും നോക്കി അറിയണ്ട. അങ്ങനെ രസകരമായ ഒരു 50 റുപ്യ കളഞ്ഞിട്ട് 8 വട്ട് ഇട്ടിട്ട് ഒന്നും കിട്ടാതെ മോയന്തടിച്ച് തിരിച്ചു വന്ന്. അങ്ങനെ കുട്ടികൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഫാൻസി എന്തെങ്കിലും വാങ്ങണമല്ലോ ഡയറിക്ക്. മറ്റൊക്കെ തലല്ലോ അല്ല മുടിയില്ലല്ലോ, അതുകൊണ്ട് നോക്കൊന്നും വാങ്ങണ്ട, ഡയറിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. പിന്നെ കളിപ്പാട്ടം ഞങ്ങൾ വല്ലാതെ വാങ്ങലില്ല, കാരണം അത് തല്ലാണ്, പിന്നെ അത് ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ തീരുമാനം എന്ന് വെച്ചാൽ ആ പൈസക്ക് നമുക്ക് കുട്ടികൾക്ക് തിന്നാൻ വാങ്ങാം എന്നുള്ള കൺസെപ്റ്റാണ് നമുക്ക്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്താൽ ഇപ്പോൾ ഏട്ടന് വന്നു കഴിഞ്ഞാൽ പിന്നെ അലുവ നിർബന്ധമാണ്, ജിലേബി നിർബന്ധമാണ്, പൊരി നിർബന്ധമാണ്. കാരണം അമ്മ ഇപ്പം കൂടിയില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾ ആദ്യം മോൾട്ടി ടെസ്റ്റ് ചെയ്യണം. അലുവൊക്കെ എടുത്ത് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും മോൾട്ടി. കാരണം ഭയങ്കര എന്താ പറയുക നുണച്ചിയാണ് ഇങ്ങനത്തേക്കൊക്കെ. ഞാൻ പിന്നെ ബാക്കി ഞാനും വാങ്ങി തിന്നു. പച്ച, മഞ്ഞ, നീല, കറുപ്പ്, ചുവപ്പ്, ആകെ ജിലേബിൻ്റെ പല ജാതി കളറുകളാണ്. പിന്നെന്താ വെച്ചാൽ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ തേറി അല്ലെങ്കിൽ ആ പറയാതെ പോകുന്നതുകൊണ്ടേ ഇനി പെരേക്ക് ചെല്ലുമ്പോൾ ഒരു കുയിനാട്ടിലുണ്ടാവും. അപ്പോൾ പിന്നെ ഉമ്മാനോട്ട് വല്ല കുറച്ച് ടച്ച് കൂടിയോണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നല്ല ചൂടുള്ള ജിലേബി ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ജിലേബിയും വാങ്ങി. അങ്ങനെ അതൊക്കെ പാടെ പാക്ക് ചെയ്ത് ഞാൻ സാധാരണ പാട്ടങ്ങാടി പോയാൽ ഞാൻ അങ്ങോട്ട് പറയലാണ് ഇങ്ങോട്ട് പോര്. ഇന്ന് ഞാൻ പിന്നെ എന്താ ചോക്ക് ഫ്രീഡം കൊടുത്ത്. ഞാൻ എന്താ വെച്ചാൽ മോട്ടിച്ചെന്നെ മട്ടം പോലെ നോക്കിയിട്ട് വാങ്ങിക്കോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ഒരുപാട് ഒരു സമയം, കാരണം കുട്ടിയിലെ കുട്ടികളെ തിമ്മിയുണ്ട്, കാക്കയും കുട്ടികളെ പോലൊക്കെ ബന്ധുക്കണം. അപ്പോൾ കുട്ടികൾക്ക് ബോറടിക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആക്കും പോലെ വളരെ മനസ്സ് ശാന്തമായിട്ട് റിലാക്സ് ആയിട്ട് ഞങ്ങൾ സാധനം പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഏകദേശം ഒരു 8 മണി 8:30 ആ സമയം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ അവിടെ എന്തോ പോലീസുകാരൊക്കെ അവിടെ കൂടിയൊരു നാടകമുണ്ട്. ആ നാടകം വളരെ കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട്
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാല്ല പണി നോക്കുകയാണ്. കാരണം തിരക്കൊന്നുമില്ല, സാധാരണ തിരക്കുണ്ടായാലുണ്ട്. പക്ഷെ ഇപ്പം ആ നിലമ്പൂരത്ത് നമ്മളെ പാട്ടെടുത്ത് തിരക്കില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയാണ്ട് ഫുട് പാത്ത് കൂടെ അങ്ങനെ പോവാണ്. ഇപ്പം നമ്മളെ എന്താ വെച്ചാൽ നിലമ്പൂർ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ മറ്റേ റോഡ് സൈഡിൽ പാർക്കിംഗ് ഇല്ല, ഒന്നെങ്കിൽ പേ പാർക്കിംഗ്, അല്ലാതെ വേറെ കളി നടക്കൂല, വളവറക്ക് നടക്കൂല. കാരണം റോഡ് സൈഡിൽ പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തിരിക്കണം അറിയങ്ങൾ, നമ്മളവിടെ ഡ്രസ്സിൻ്റെ ഒരു വീട് തന്നെ അവിടെ കയറിയിട്ട് എനിക്ക് മോട്ടി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. മഹാത്ഭുതം പറഞ്ഞ ഡ്രസ്സിൻ്റെ ഭയങ്കര ഓഫറാണ്. അപ്പോൾ അവിടെ കയറിയത് മോട്ടുണ്ട ജിലേബിയൊക്കെ പിടിച്ച് അമ്മമാർക്കില്ല ജിലേബി കൊണ്ട് ഇങ്ങനെ പോകണോള്. അവിടെ കയറി കുറച്ച് പിന്നെ സാധനം നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നില്ല, കാരണം ഒരു ക്വാളിറ്റി കമ്മിയുണ്ട്. കാരണം വിലയും കമ്മിയപ്പോൾ ക്വാളിറ്റി കമ്മിയുണ്ട്. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്തു, അവിടുന്ന് ഓരോ പാനിപൂരി നീനി. അപ്പോൾ നമ്മൾ വീട് എടുക്കേണ്ട കരുതിയേന്. പിന്നെ അങ്ങനെ തോന്നി എന്തിനാ അപ്പോൾ വീട് നശിപ്പിക്കും, കാരണം നമ്മൾ പാട്ടങ്ങാടി ഇപ്പോൾ നമ്മൾ മാത്രം എല്ലാവരും കാണണമല്ലോ. ചിലപ്പോൾ നമ്മളെ വീട്ടിലിരുന്ന കുറേ ആൾക്കാർ കാണണമല്ലേ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ തന്നെ പറഞ്ഞ് മോട്ടിയാണ് നമുക്ക് നടക്കാൻ മോട്ടിയാറ്. അവിടെ നിന്ന് 2 കടല പാക്കറ്റ് വാങ്ങി ഞങ്ങൾ കടല നിന്നാണ്ട് അങ്ങനെ തിരിച്ച് വണ്ടി അവിടെ വെച്ചാണ് ഞങ്ങൾ പാട്ടങ്ങാടിക്ക് പോയത്. ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. വണ്ടി വളരെ സേഫാണ്, എന്നാൽ പാർക്കിങ്ങിന് പൈസ കൊടുക്കും വേണ്ട. അവിടെ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന കടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇനി പാട്ടിന് പോകുന്നവരൊക്കെ പോയിക്കോളി, ഇപ്പോൾ തിരക്കില്ല. ഇനി ഞായറാഴ്ചകൾ തിരക്കുണ്ടാവും. അപ്പം ഞങ്ങൾ ഈ വ്ളോഗ് ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിക്കണം. കാരണം സുഖമില്ലാതാണ് കാരണം ഈ വോയിസ് ഓവർ കൊടുക്കണം, ഭയങ്കര തൊണ്ടവേദനയും ചുമയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ദേറിനെയും കൊണ്ട് ഒരു ദിവസം പോകും. അങ്ങനെ ആ വീഡിയോ ഇൻഷാ അല്ലാഹ് നമ്മൾ വൈകാതെ വേറെ പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണിക്കും. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളെ ബുള്ളറ്റ് കുട്ട ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചാവി ഇടുന്നു, തിരിക്കുന്നു, പോകുന്നു. അപ്പോൾ എല്ലാവരോടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, മഅസ്സലാമ.